قاديس وهذا له وشاري وشبه وطرين والمين. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മതിനായ വികാരിയച്ഛൻ, സ്നേഹിക്കപ്പെടുന്ന ശുശ്രൂഷകരെ, പ്രിയമുള്ള വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് നമ്മെ എല്ലാവരെയും സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ്. നമ്മെ സംബന്ധിച്ച് മാത്രമല്ല, പരിശുദ്ധ സഭയെ സംബന്ധിച്ച് മാത്രമല്ല, ലോകം എമ്പാടും ലോകമാസകലം ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ ഉശാന പെരുന്നാളിൽ അത് ഓർത്തുകൊണ്ട് പങ്കുകാരാകുന്ന വലിയ ഒരു സുദിനമാണ്. എല്ലാ വർഷവും വിശുദ്ധ വലിയ നോമ്പിൻ്റെ സമാപനത്തിൽ 40-ാം വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നീടുള്ളതായ 10 ദിവസം നമ്മുടെ കർത്താവിൻ്റെ ഈ ലോക വ്യാപാരകാലത്തിൽ അവിടുന്ന് അനുഷ്ഠിച്ചതായ എല്ലാ ശുശ്രൂഷകളെയും അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ പീഡാനുഭവ സംഭവങ്ങൾ അത് ആവർത്തിച്ചുകൊണ്ട് അതിൻ്റെ പങ്കാളികളാകുകയും ചെയ്യുന്ന ഒരു കാലമാണ്. ഇന്ന് വിശുദ്ധ ഓശാന പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇവിടെയാണെങ്കിലും നാട്ടിലും എവിടെയും ഓശാന എന്ന് കേൾക്കുമ്പോൾ അവർക്ക് വളരെ ആനന്ദമാണ്. കാരണം ഓശാന എന്നുള്ളതായ ആ വാക്ക് പല പ്രാവശ്യം ഉച്ചരിക്കുവാനും അതുപോലെ തന്നെ ആ സമയത്ത് പൂക്കളൊക്കെ വിതറി അതിൽ പങ്കാളികളാകുവാനും അതിൻ്റെ ഭംഗി ആസ്വദിക്കുവാനുമൊക്കെയും ഏറെ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ശുശ്രൂഷയിൽ അതിൻ്റെ വലിയൊരു പശ്ചാത്തലം കൂടി ഉണ്ട് എന്ന് നമുക്ക് അറിയാം. നമ്മുടെ കർത്താവിൻ്റെ പരിശുശ്രൂഷയിലെ ഏറ്റവും അനുഗ്രഹീതമായ, മറ്റുള്ളതൊക്കെ അനുഗ്രഹീതമല്ല എന്നുള്ളതല്ല, പരസ്യമായി ലോകമെമ്പാടും നിന്നും വന്നതായ ആളുകൾ പങ്കെടുത്ത ഒരു ശുശ്രൂഷയായിരുന്നു ഉശാന പെരുന്നാൾ. വിശുദ്ധ വേദപുസ്തകത്തിൽ എല്ലാ സുവിശേഷങ്ങളിലും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്നതായ സംഭവം കൂടിയാണ് യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള ട്രയംബൽ എൻട്രിയെക്കുറിച്ച്. യേശുവിൻ്റെ മഹത്വപൂർണ്ണമുള്ളതായ ആ ഒരു പ്രവേശനം എല്ലാ അധ്യായങ്ങളിലും അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ എല്ലാ ഗോസ്പൽസിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു സംഭവമായിട്ടാണ് അതിനെ കാണുന്നത്. ഓരോ ഭാഗവും വായിക്കുമ്പോഴും വളരെ ഡിഫറൻ്റായിട്ടുള്ള, ഒരുപക്ഷെ വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ ആയിരിക്കാം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനത്തിൽ അദ്ദേഹം അവിടുന്ന് ഉപയോഗിച്ചതായ വാഹനം ഒരു കഴുതയായിരുന്നു. ആ കഴുതയെക്കുറിച്ച് പോലും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു പെൺകഴുതയെന്നും ആ കഴുതയുടെ കുട്ടിയെന്നും ഒക്കെയുള്ളതായ പരാമർശം നാം കാണുന്നുണ്ട്. സക്രിയ പ്രവാചകൻ്റെ പ്രവചനം വായിക്കുമ്പോഴും അവിടെയും കഴുതയെക്കുറിച്ചും പെൺകഴുതയെക്കുറിച്ചും ഒക്കെ പരാമർശം കാണുന്നു.
എന്തു തന്നെ ആയാലും നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് എപ്പോഴും കടന്നു വരുന്നത് യേശു തമ്പുരാൻ ബഥാനിയിൽ നിന്ന് യെരുശലേമിലേക്ക് പോകുന്നതായ ആ യാത്രയുടെ സന്ദർഭത്തെക്കുറിച്ചാണ്. ഓശാന ദിവസം ഇത്രമാത്രം വലിയൊരു പ്രാധാന്യം അല്ലെങ്കിൽ ലഭിക്കാനുണ്ടായ കാരണമാണ് വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അനേകം രാജാക്കന്മാർ ആ നാട് ഭരിച്ചിരുന്നുവെങ്കിലും ഇത്രയും വലിയ ഒരു ജനസമൂഹത്തെ യെരുശലേം ദേവാലയത്തിലുള്ള യാത്രയിൽ കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. അത്രമാത്രം എല്ലാവരും അതിന് പ്രാധാന്യം കൊടുക്കുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്തു. യേശുവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പല സംഭവങ്ങളും നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെയൊക്കെ ഓരോരുത്തരും ഓരോ ആവശ്യങ്ങളുമായി കടന്നു വരുമ്പോഴാണ് യേശു തമ്പുരാൻ അതെല്ലാം നിർവഹിക്കുന്നത്. രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നത്, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നത് ഒക്കെയും ആവശ്യമായി കടന്നു വരുമ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് കടന്നു എന്നോ അല്ലെങ്കിൽ യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോഴോ ഒക്കെ സൗഖ്യം കൊടുക്കുന്നതായിട്ടും മരിച്ചവരെ ഉറപ്പിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. എന്നാൽ തൻ്റെ പ്രിയനായ ലാസർ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ 3 ദിവസം കഴിഞ്ഞാണെങ്കിലും ലാസറിൻ്റെ ഭവനത്തിലേക്ക് യേശു തമ്പുരാൻ കടന്നു ചെല്ലുകയും മാർത്തയുടെയും മറിയയുടെയും ദുഃഖത്തിൽ അദ്ദേഹം പങ്കുചേരുകയും ചെയ്തു. അവിടെ വായിക്കുന്നത് യേശു കണ്ണുനീർ വാർത്തു എന്നാണ്. തൻ്റെ പ്രിയനായ ലാസർ മരിച്ചു എന്ന് കേട്ടു. യേശുവിന് സങ്കടം തോന്നി. കല്ലറയ്ക്കൽ ചെന്ന് യേശു കരഞ്ഞു. മാർത്തയെയും മറിയയെയും അവൻ ആശ്വസിപ്പിച്ചു. കല്ലറയ്ക്കരികിൽ നിന്നുകൊണ്ട് ലാസറെ പുറത്തു വരിക എന്ന് യേശു കൽപ്പിച്ചു. ലാസർ ജീവനോടെ പുറത്തു വന്നു എന്നാണല്ലോ നാം അവിടെ കാണുന്നത്. ഇവിടെ യേശു തമ്പുരാൻ ബഥാനിയിൽ ലാസറിൻ്റെ കല്ലറയ്ക്കരികിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് തൻ്റെ പ്രിയനായ ലാസറിനെ കല്ലറയിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ച് അവൻ ജീവന് നൽകുന്നതായ ഒരു സംഭവമാണ് കാണുന്നത്. ഈ സംഭവം യഹൂദന്മാരുടെ ഇടയിലും നാട്ടിലുമൊക്കെയും കോളിളക്കം സൃഷ്ടിച്ചു. അനേക അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഒരുപക്ഷെ അതിന് സാക്ഷികളായിട്ടുള്ളവരുമുണ്ട്. എന്നാൽ മരിച്ച ലാസറിനെ ഉയർപ്പിച്ചു എന്ന് കേട്ടപ്പോൾ ആ നാട് മുഴുവനും ആ പ്രദേശത്തുള്ള എല്ലാ ആളുകളും എല്ലാ യഹൂദന്മാരും അല്ലാത്തവരുമൊക്കെയും അത്ഭുതപ്പെടുകയാണ്. ഈ ഒരു സംഭവത്തിൽ അനേകം ആളുകൾ ലാസറിനെ കാണുവാനും യേശുവിനെ ഒന്ന് കാണുവാനുമൊക്കെയും കടന്നു വന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ ലാസറിനെ ഉയർപ്പിക്കുന്നതായ സന്ദർഭത്തിൽ യെരുശലേമിൽ വലിയൊരു പെരുന്നാൾ കൂടെയായിരുന്നു. യഹൂദന്മാരെ സംബന്ധിച്ച് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചതായി വിമോചനത്തിൻ്റെ പെരുന്നാൾ ദിവസം കൂടെയായിരുന്നു ആ ദിവസങ്ങൾ. പെരുന്നാളിന് കടന്നു വരുന്ന അനേകം ആളുകളും അവിടെ ഉണ്ടായിരുന്നു. യേശു ആ ഒരു സന്ദർഭം മുതലെടുക്കുകയാണ്. പലപ്പോഴും ജനസമൂഹത്തിന് ഉൾമുന്നിൽ നിൽക്കുവാൻ ആഗ്രഹിച്ച യേശു ബഥാനിയിൽ നിന്ന് ലാസറിൻ്റെ ഭവനത്തിൽ നിന്ന് യെരുശലേമിലേക്ക് പോകുവാനുള്ള യാത്ര ക്രമീകരിക്കുമ്പോൾ മറ്റാരേക്കാളും അതിന് പ്രാധാന്യം നൽകിയത് യേശു തമ്പുരാനാണ്. അതിലെല്ലാ ക്രമീകരണങ്ങളും അവിടുന്ന് തന്നെ ചെയ്തു എന്നുള്ളതാണ്. മാസ്റ്റർ പ്ലാൻ എല്ലാം തയ്യാറാക്കിയത് യേശുവാണ്. യേശുവിനെ അറിയാമായിരുന്നു തൻ്റെ ഈ ലോക ജീവിതത്തിൽ അല്ലെങ്കിൽ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ യേശുവിനെ സംശയിച്ച അനേകം ആളുകളുണ്ട്. എന്നാൽ അവരോടൊക്കെ ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തണമെന്ന് വരികിൽ ഇതൊരു നല്ല സന്ദർഭമാണെന്ന് മനസ്സിലാക്കി ആ ഒരു സമയം യേശു തമ്പുരാൻ വിനിയോഗിക്കുകയായിരുന്നു. അങ്ങനെയാണ് തൻ്റെ ശിഷ്യന്മാർ 2 പേരെ ദൂരേക്ക് അയച്ചിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ പോയി ഒരു കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് വരണം. സുവിശേഷങ്ങളിൽ പലയിടത്തും കാണുന്നതിന് പറഞ്ഞുവല്ലോ, പെൺകഴുതക്കുട്ടിയെന്നും
കഴുതയെന്നും അതിൻ്റെ കുട്ടിയെന്നും ഒക്കെയും പറയുന്നുണ്ട്. എന്തായാലും ശിഷ്യന്മാർ പോയി അവിടെ ചെന്നു കഴുതയെ അഴിച്ചുകൊണ്ട് വന്നു. യേശു അവരോട് പറഞ്ഞിങ്ങനെ അയക്കുന്നുണ്ട്, നമ്മുടെ നേരെയുള്ള ആ ഗ്രാമത്തിലേക്ക് പോകുവിൻ, നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നിവിടെ ഒരു കഴുതയെ കെട്ടിയിരിക്കുന്നത് കാണും, ഇതുവരെയും ഒരു മനുഷ്യനും അതിന് പുറത്ത് കയറിയിട്ടില്ല. അപ്പോൾ യേശു ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതായ കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറയുകയാണ്, 2 പേരെ അയച്ചിട്ട് പറയുന്നു, നമ്മുടെ നേരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുവിൻ, നിങ്ങളതിൽ പ്രവേശിക്കുന്നിവിടെ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, ഇതുവരെയും ഒരു മനുഷ്യനും അതിന് പുറത്ത് കയറിയിട്ടില്ല. യേശു കയറുവാൻ ആഗ്രഹിച്ചതായ കഴുതയെക്കുറിച്ചാണ് പറയുന്നത്. ബന്ധിച്ചിരിക്കുന്ന കെട്ടിയിരിക്കുന്ന കഴുതയാണ് യേശു കൊണ്ടുവരുവാനായിട്ട് ആവശ്യപ്പെട്ടത്. നമുക്കറിയാം, സാധാരണ കഴുതകളെ ഒന്നും കെട്ടിയിടാറില്ല. അലഞ്ഞു നടക്കുന്ന മൃഗങ്ങളിൽപ്പെട്ട ഒരു വർഗമാണ് കഴുത. മാത്രമല്ല, അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചുമക്കുവാൻ ഉപയോഗിക്കുന്ന മൃഗവും കൂടിയാണ്. ഇതിനെ ആരും കെട്ടിയിടാറില്ല. ഉപയോഗം കഴിഞ്ഞാൽ അലസമായിട്ട് അതിനെ വിട്ടേക്കും. അത്യാവശ്യമെങ്കിൽ അതിന് വെള്ളമോ തീറ്റയോ കൊടുക്കുമായിരിക്കാം. അതിനെ ഉടമസ്ഥരായിട്ടുള്ളവരൊന്നും അധികം പേര് കാണുകയില്ല. എന്നാൽ ഇവിടെ യേശു ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ഗ്രാമത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. നമുക്കറിയാം, കെട്ടിയിരിക്കുന്ന കഴുതയെ സംബന്ധിച്ച് ഉടമസ്ഥനുള്ള കഴുതയാണ്. യേശു എപ്പോഴും ആഗ്രഹിക്കുന്നത് അലഞ്ഞു തിരിയുന്ന ദൈവമക്കളെ അല്ല, പിന്നെയോ വിശ്വാസത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ആളുകളെയാണ്, ദൈവമക്കളെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെയും യേശു ആഗ്രഹിച്ചത് കെട്ടിയിരിക്കുന്ന കഴുതയെ അഴിച്ചുകൊണ്ടുവരുവാൻ അവൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ യേശുവിന് അറിയാമായിരുന്നു, ഉടമസ്ഥതയിലുള്ള ഒരു കഴുതയാണ് യേശു കയറുവാനായിട്ട് ആഗ്രഹിച്ചത്. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നു, ഇതുവരെ ഒരു മനുഷ്യനും അതിന് പുറത്തെ കയറിയിട്ടില്ല. മറ്റൊരാൾ ഉപയോഗിച്ചതായ ഒന്നിനെ ഉപയോഗിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നില്ല. അതായത് യേശു എപ്പോഴും പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നത് വളരെയേറെ സംശുദ്ധമായ ഒരു വിശ്വാസ ജീവിതത്തിൽ ആയിരിക്കുന്ന ഒരാളിനോട് കൂടിയാണ് എപ്പോഴും വസിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, കഴുതയുടെ പ്രത്യേകത ഏറ്റവും വിനയമുള്ള അല്ലെങ്കിൽ താഴ്മയുള്ള മൃഗത്തിൻ്റെ ലക്ഷണമായിട്ട് പലപ്പോഴും കഴുതയെ നമ്മൾ കാണുന്നത്. യേശുവിന് വേണമായി വരുന്നെങ്കിൽ ഒരു കുതിരയെ തിരഞ്ഞെടുക്കാമായിരുന്നു. എന്നാൽ യെരുശലേമിലേക്കുള്ള പ്രവേശനത്തിൽ യേശു കയറിപ്പോകുവാൻ ആഗ്രഹിച്ചത് ഒരു കഴുതയുടെ പുറത്താണ്. ഇവിടെ പറയുകയാണ്, യേശുവിൻ്റെ ആരായിരുന്നു യേശു? ഹീസ് റൈച്ചസ് മാൻ, അവൻ നീതിമാനായിരുന്നു. ഹീസ് എ പവർഫുൾ, ഹീസ് മീക്ക്. യേശു നീതിമാനും ശക്തിമാനും അതുപോലെ തന്നെ താഴ്മയുള്ളവനുമായിരുന്നു. യേശു യെരുശലേമിലേക്കുള്ള യാത്രയിൽ തിരഞ്ഞെടുത്തത് താഴ്മയുടെ പ്രതീകമായ ഈ കഴുതയാണ്. കർത്താവിനെ അനുഗ്രഹീതരെ, നമ്മൾ ഈ ഓശാന പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ യേശു എപ്പോഴും ആഗ്രഹിക്കുന്നത് താഴ്മയുള്ള വിനയമുള്ള മക്കളെയാണ്. ഈ ഓശാന പെരുന്നാളിൽ യേശു ആഗ്രഹിക്കുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ദൈവമക്കളെയാണ്. അങ്ങനെയുള്ള ഒരു ജീവിതം ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുമ്പോഴാണ് ദൈവം നമ്മോടൊപ്പം വസിക്കുന്നത്. വീണ്ടും പറയുകയാണ്, എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു, നിങ്ങൾ എന്തിനു ചെയ്യുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് അതിനെ ആവശ്യമുണ്ട് എന്ന് പറയുവീൻ, ഉടനെ അവർ അതിനെ ഇവിടേക്ക് വിട്ടയക്കും. ഇതാണ് എപ്പോഴും യേശുവിനെ സംബന്ധിച്ച് നമ്മെ ഓരോരുത്തരെയും ആവശ്യമുണ്ട്. നമ്മെ ഓരോരുത്തരെയും കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നവനും നമ്മെ ഓരോരുത്തരെയും കുറിച്ചും നല്ലത് ആഗ്രഹിക്കുന്നവനുമാണ് യേശു.
അതുകൊണ്ട് ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും അപ്രകാരം അതിടയാകുമ്പോഴാണ് ദൈവം തമ്പുരാൻ നമ്മെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വിനയത്തിൻ്റെയും താഴ്മയുടെ അടയാളമായ കഴുതയെപ്പോലെ കർത്താവിൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോൾ യേശു നമ്മിലേക്ക് പ്രവേശിക്കും. യേശുവിൻ്റെ ഒരു വാഹനമായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ഈ വർഷത്തെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹീതമാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.